ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ ടീം മെമ്പേഴ്സാണ് ജോണി ചേട്ടൻ, അരുൺ ചേട്ടൻ, രഞ്ജിത്ത് ചേട്ടൻ ആൻഡ് ജോണി ചേട്ടാ. ഞാൻ ഈ ഒരു പാസ്പോർട്ട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ചേട്ടനായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. CID മൂസിയിൽ നമ്മുടെ ദിലീപേട്ടനെയും പിന്നെ സലിംകുമാർ ചേട്ടനെയും കയറ്റി വിടുന്നില്ലേ? അപ്പോൾ ഈ ഒരു ഇതും അപ്പോൾ ആ ഒരു പാസ്പോർട്ടും ചേട്ടൻ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമുക്ക് തിരിച്ചു കൊണ്ടുവരും. അത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നടക്കേണ്ട സമയത്ത് നടക്കാൻ വിധിയുണ്ട്, നടക്കും. എഴുത്തും പരിപാടിയാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പം രഞ്ജിത്തേട്ടന് വലിയ താല്പര്യം ഉണ്ടായില്ല, അട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അതെന്ന സംഭവം? പുള്ളി കുറച്ചപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കൊള്ളാം, ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് നമുക്ക് ചെയ്താൽ നന്നാവും, പ്രൊഡക്ഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എന്താ രഞ്ജിത്ത് ബ്രോയുടെ അഭിപ്രായം? കൊള്ളാം, പടം കൊള്ളാം, സബ്ജക്ട് ഞാൻ ചെയ്യാനുള്ള. കൂടുതലും ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് അച്ഛൻ, രഞ്ജിപ്പണിക്ക് ചേട്ടൻ, അതുപോലെ ചേട്ടനൊക്കെ ആ ഒരു അച്ഛൻ ക്യാരക്ടർ അത് സെലക്റ്റീവ് ആയിട്ട് അങ്ങനെ എടുക്കുന്നതാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തേടി വരുന്നതാണോ? ഓരോ കാലത്തും ഓരോ സീസണിലും അച്ഛന്മാരുണ്ടാവും. ഈ നൂറ്റാണ്ടിലെ അച്ഛൻ ഞാനാ, അടുത്ത നൂറ്റാണ്ടിൽ രഞ്ജിത്തൊക്കെയായി. അപ്പൊ ഈ ദിലീപേട്ടന് ഒരു തിരിച്ചുവരവ് തന്നെയാണല്ലോ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ മൂവി. ഈ തിരിച്ചു വരവ് എന്നുള്ളൊരു പദം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ള ആള് തന്നെയാണ് ദിലീപ്. തിരിച്ചു വരാൻ ഇപ്പം ദിലീപിന് ഒരു സിനിമയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദിലീപ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. ഏത് നിമിഷവും അദ്ദേഹം സെഞ്ചുറി അടിക്കാം. പിന്നെ ഡാൻസ് ഈ സാരംഗിയും രഞ്ജിത്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആണെന്ന് വിചാരിക്കും. ഏത് സ്വിച്ച് ഇവരെ ഉണ്ടാക്കിയെടുത്താണ് കർത്താവ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അല്ല, അത്തരം രസമായിട്ട് ഞാനൊരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെ. അതുപോലെ രഞ്ജിത്തിന്റെ കാര്യത്തില് അനശ്വര രാജനോട് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ജോൺ അബ്രഹാം ആയിരുന്നു. നമ്മളൊക്കെ അത്രയും കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. വളരെ ഞാൻ കണ്ടു വളർന്ന വ്യക്തികളെ ജോണിയുടെ വൃത്തി. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചിലെ ഒരുപാട് ബോളിവുഡ് പടങ്ങൾ കണ്ടു വളർന്നത് ഋത്തിക് റോഷനും ജോണി അബ്രഹാമും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ പുള്ളിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മലയാളം പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. കാരണം പുള്ളി ഒരു ഹാഫ് മലയാളിയാണ്. പിന്നെ പുള്ളി നമ്മുടെ ഇൻഡസ്ട്രിനെ ഒരുപാട് ഭയങ്കര അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ബഹുമാനത്തോടെ കാണുന്നത്. പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രി കണ്ട് നമ്മൾ ബോളിവുഡൊക്കെ പഠിക്കണം, കാരണം നമ്മുടെ കോണ്ടന്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൽക്കം ടു സിനിലോയിഡ് ആൻഡ് ഇറ്റ്സ് മീ ദീപ്തി. ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ ടീം മെമ്പേഴ്സാണ് ജോണി ചേട്ടൻ, അരുൺ ചേട്ടൻ, രഞ്ജിത്ത് ചേട്ടൻ ആൻഡ് സാരംഗി. വെൽക്കം ടു ദി ഷോ. സോ ഞാൻ ഇതിന്റെ ടീസർ കണ്ടിട്ടുണ്ടായിരുന്നു, ട്രെയിലർ, ഒരു ടൈറ്റിൽ ലോഞ്ച്. അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ലോഞ്ച് ആയിരുന്നു. രഞ്ജിത്തായിട്ടും അരുൺ ചേട്ടനും തമ്മിലുള്ള ഒരു പ്രേമം ടൈപ്പ് ഓഫ് ഷൂട്ട് ആയിരുന്നല്ലോ അത്. എന്തായിരുന്നു, ആരുടെ ഐഡിയ ആയിരുന്നു? ഐഡിയ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അത് സിനിമ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിന് മുന്നേ തന്നെ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാര്യം പ്രേമത്തിലെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്, ശബരീഷാണ് ലിറിക്സ്, മ്യൂസിക് രാജേഷ്, പിന്നെ അൽഫോൺസ് ചേട്ടൻ പുത്രൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാ സാധനങ്ങളും തുടക്കം മുതലൊന്ന് മാർക്കറ്റ് ചെയ്യണമല്ലോ. ഇതിനെ അങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ടീച്ചറാണത്. ഞാൻ രഞ്ജിത്തിനെ ഞങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, രഞ്ജിത്ത് ബ്രോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഒരിക്കലും രഞ്ജിത്തിൻ്റെ അടുത്ത് ആരും അങ്ങനെ ഒരു സാധനം അപ്രോച്ച് ചെയ്തിട്ടില്ല, ഹ്യൂമർ ചെയ്യാൻ. അങ്ങനെ വേറെ ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും പോകണം, ചെറിയൊരു സെൽഫ് ട്രോള് പരിപാടി. അങ്ങനെ ജോണിച്ചാൻ്റെ അടുത്ത് ഈ സാധനത്തിനെ പറ്റി ഒന്ന് സംസാരിച്ച് ജോണിച്ചാൻ പിന്നെ ജോണിച്ചാൻ്റെ ഒരു സപ്പോർട്ട്. ജോണിച്ചാൻ ഭയങ്കര ഒരു ഹ്യൂമർ അടിക്കുന്നുണ്ട്. അതിൽ രാജേഷ് മുരുകേശനും ട്രോളുണ്ട്, പാട്ട് പറ്റുമെങ്കിൽ അത് തന്നെ അടിച്ചു തന്നാൽ മതി എന്ന് പറയാം, ആലുവ പാട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലുണ്ടാക്കി. പിന്നെ പ്രേമം വീട്ടിൽ ചെന്നപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാവരും അവർക്കൊരു റീയൂണിയൻ പോലെ അവർ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് പുത്രനും വരാനും. അല്ലെങ്കിൽ അവരങ്ങനെ പ്രേമം ഞങ്ങളൊന്ന് അവരുടെ ഒരു വീടുണ്ട്, അവിടെ സിജു വിൽസൺ ഇപ്പോൾ വീടെടുത്തേക്കണം പ്രേമത്തിൻ്റെ ചെറിയ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രേമത്തിലെ കംപ്ലീറ്റ് ആൾക്കാരോട് വിളിച്ചു വരുത്തി. അങ്ങനെ ഒരു രസമായിട്ടൊരു ഫൺ രീതിയിലങ്ങ് എടുത്താണ്. രഞ്ജിത്തേട്ടൻ ഇതുവരെ കാണാത്തൊരു രീതിയിലായിരുന്നു. പൊതുവെ നമ്മൾ കാണുന്നത് രഞ്ജിത്തേട്ടൻ ഒരു ഹിന്ദി ടൈപ്പ് ഓഫ് ആയിരുന്നു. ഞാൻ സീരിയസ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു മുണ്ടൊക്കെ എടുത്തൊരു പ്രേമ സ്റ്റൈലിൽ രഞ്ജിത്തിന് അത് ഈസി ആയിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ രഞ്ജിത്ത് ഞങ്ങൾ ഇപ്പം നമ്മളല്ലാത്ത ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് എന്നെ കളിയാക്കുമായിരുന്നു. നിങ്ങൾ കേട്ടില്ല, പുള്ളി എന്നെ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട്. അപ്പോൾ രഞ്ജിത്ത് അങ്ങനത്തെ ഫൺ പറ്റും രഞ്ജിത്തിന്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എല്ലാവർക്കും അത് വർക്കായി. പിന്നെ ഈ പടത്തിലും രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദി ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ല ടോണി. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ച് മലയാളിയായിട്ട് ജോണി ചേട്ടൻ്റെ
അപ്പൻ്റെ അത്യാവശ്യം നല്ല സ്നേഹമുള്ള ഒരു മോനൊക്കെ ആയിട്ടാണ് എഴുതിയത്. ശരിക്കും ആ ഫാക്ടർ തന്നെ എന്നെ ശരിക്കും ഇൻട്രസ്റ്റ് ചെയ്തത്. കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ പടങ്ങൾ ചെയ്ത് ഗോളം ഖൽബായാലും അത് ഈ ക്യാരക്ടർ ഒരു പുതിയൊരു ഷെയ്ഡ് കൊണ്ടുവരാൻ എനിക്കൊരു, കാരണം പറഞ്ഞ പോലെ തന്നെ എന്നെ കാണുമ്പോൾ ഒരു നാട്ടുപുറത്തുകാരനല്ല ആദ്യം ചിന്ത പോകുന്നത്. സോ അതൊന്ന് ബ്രേക്ക് ചെയ്യാനല്ല, അതിന് ആർട്ടിസ്റ്റ് എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് ചെയ്താൽ കൊള്ളായിരുന്നു, ഇതൊന്ന് ബ്രിങ് ടു ലൈഫ്. കാരണം എനിക്ക് ഒട്ടും സാമ്യമില്ലാത്ത ഒരു ക്യാരക്ടറായി ടോണി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട്. സോ ഇതൊന്ന് കറക്റ്റായിട്ട് ചെയ്ത എനിക്കൊരു സന്തോഷം കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അതുപോലെ ജോണി ചേട്ടൻ ഇതിലും ഫാദർ ക്യാരക്ടർ തന്നെയാണോ? ഞാൻ പല മൂവീസും കാണുമ്പോൾ എനിക്ക് ചേട്ടൻ്റെ പല ക്യാരക്ടറിലും എനിക്ക് എൻ്റെ അച്ഛനാ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കണക്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഇപ്പം പ്രിൻസ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ ചേട്ടൻ്റെ ഒരു എൻട്രി ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു കണ്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അതൊരു എൻട്രി എന്ന് വെച്ചൊരു ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. അപ്പൊ ഇതിലെങ്ങനെയാണ് ചേട്ടൻ്റെ ക്യാരക്ടർ? ഇത് ഞാൻ ഒരു അച്ഛനാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു അച്ഛൻ. എല്ലാവർക്കും മക്കളെ കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. മക്കളെ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തിക്കണം. മകൻ അതിന്റെ സപ്പോർട്ടാണ്, എങ്കിലും മകന് അവൻ്റെതായ കുറച്ച് ആഗ്രഹങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഒരു സിനിമ ആണോ മനസ്സിലാവും. കുറച്ച് എന്നാ പറയണ്ട, ഒരു സ്നേഹം കൊണ്ടുള്ള തോൽപ്പിക്കലുകളുണ്ട്. സ്നേഹിച്ച് തോൽപ്പിക്കുക എന്ന് പറയില്ലേ, അപ്പൊ അതിൽ വിട്ടുകൊടുക്കലുണ്ടാവാം. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനല്ലേ, നമ്മുടെ പല ആഗ്രഹങ്ങൾ നമ്മുടെ മാതാപിതാക്കള് അവസാനം അവർക്ക് ആഗ്രഹം ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ശരി, എന്തെങ്കിലും അയക്കും അല്ലേ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നടക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് സ്നേഹം കൊണ്ടുള്ള തോൽപ്പിക്കില്ല, നമ്മൾ സ്നേഹിച്ച് തോൽപ്പിക്കുക, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം അത്ര സ്നേഹമുള്ളൊരു അച്ഛൻ ക്യാരക്ടറാണല്ലേ. അതുപോലെ സാരംഗിൽ വരുന്നത് സാരംഗിലെ ഫസ്റ്റ് മൂവിയാണല്ലേ ഇത്. എങ്ങനെയായിരുന്നു ഈ മൂവിയിലോട്ട് എൻട്രി? എങ്ങനെയായിരുന്നു? ഓഡിഷൻ വഴി തന്നെയായിരുന്നു അല്ലേ. ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ, പ്രത്യേകിച്ച് ജോണി ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ കൂടെ ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളും ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തിങ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ആക്ഷൻസും ഇവരുടെ പെർഫോമൻസും ഒക്കെ ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം വന്നിരുന്ന് കണ്ട് അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ കിട്ടുമെന്ന് നോക്കിയിരിക്കാറുണ്ട്. പിന്നെ ജോൺ ചേട്ടനാണെങ്കിലും ചില സീൻസ് ഒക്കെ നമ്മൾ നല്ലപോലെ ചെയ്ത അത് അപ്രീഷിയേറ്റ് ചെയ്യും അപ്പോൾ തന്നെ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു നമുക്കൊരു മോട്ടിവേഷനാണ്. ജോൺ ചേട്ടാ, ഞാൻ ഈ ഒരു പാസ്പോർട്ട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ചേട്ടനായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. CD മൂസയിൽ നമ്മുടെ ദിലീപേട്ടനെയും പിന്നെ സരികുമാർ ചേട്ടനെയും കയറ്റി വിടുന്നില്ലേ. അപ്പൊ ഈ ഒരു ഇതും അപ്പൊ ആ ഒരു പാസ്പോർട്ടും ചേട്ടനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമുക്ക് തിരിച്ചു കൊണ്ടുവരും CD മൂസേന്റെ? ഇത് പിന്നെ ഇവരുടെ അരുണിന്റെയും പ്രൊഡക്ഷൻ ടീമിന്റെ ഐഡിയ ആണ്. സിനിമ ഇപ്പൊ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ആണ് അല്ലേ. അപ്പം അത് സബ്ജക്ട് കഥ. അപ്പം അവര് അതിന് പാസ്പോർട്ട് വേണം. പിന്നെ ഈ പാസ്പോർട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് പുറത്തു പോകണേ പാസ്പോർട്ട് വേണം. അപ്പൊ പുറത്തു പോകുന്നവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ സിനിമയ്ക്ക് ഉണ്ടാവും. പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുറത്തുള്ളവർക്ക്, പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് എന്തായാലും പാസ്പോർട്ട് വേണം. അപ്പോൾ അതിന്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയ്ക്ക് ഒരു കറക്റ്റ് സാധനമാണ് പാസ്പോർട്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു നമ്മള് ദിലീപേട്ടനെയും സലീമേട്ടനെയും ഒക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇടുന്നുണ്ടല്ലോ CD മൂസയില്. അപ്പൊ ഒരു തിരിച്ചൊരു ഒരു സെക്കൻഡ് പാർട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതുവഴി കിട്ടാൻ വല്ല വഴിയുണ്ടോ? സെക്കൻഡ് പാർട്ടോ? അത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നടക്കേണ്ട സമയത്ത് നടക്കാൻ വിധിയുണ്ടോ നടക്കും. എഴുത്തും പരിപാടിയാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. ഈ സിനിമയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പരസ്യമായിരിക്കും കേട്ടോ. പിന്നെ പാസ്പോർട്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കാണാൻ പറ്റിയ ചിത്രം. അതെ, അപ്പൊ ഇല്ലാത്തവർക്ക് കണ്ടോളും. വേറെ ആരുമാരുണ്ടാവും. പിന്നെ അരുൺ ചേട്ടാ, ഓൾറെഡി ചേട്ടനൊരു സിനിമയിലെ പൂജയിലും മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പം രഞ്ജിത്തിന് വലിയ താല്പര്യം ഉണ്ടായില്ല, അട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അതെന്ന സംഭവം? രഞ്ജിത്ത് നമ്മള് സ്ക്രിപ്റ്റ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല ആ സമയത്ത്. നമ്മള് ഒരു ഐഡിയ മാത്രമേ ഉണ്ടായുള്ളൂ, പക്ഷെ ഡീറ്റെയിൽ വൺലൈനിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഓൾറെഡി രഞ്ജിത്ത് കൺഫേം ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് ആവണത് നിങ്ങൾ. അപ്പോൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞാൻ കൂടുതലും ഈ സബ്ജക്റ്റിന്റെ കോണ്ടന്റാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്ത്. രഞ്ജിത്തിന്റെ ക്യാരക്ടറൊന്നും അത്ര ഭയങ്കര അതിന്റെ ഡീറ്റെയിൽ എന്താണ്, അതിന്റെ ലെയേഴ്സ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ രഞ്ജിത്ത് പക്ഷേ ഞാൻ നരേറ്റ് ചെയ്യാൻ വരുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ടോണി ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞു. അത് ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് ഇരിക്കും. ഞാൻ പക്ഷേ രഞ്ജിത്തിന് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ മൈൻഡ് ചെയ്ത് രഞ്ജിത്തിൽ ഫോക്കസ് ചെയ്തൊന്നല്ല ഞാൻ കഥ പറഞ്ഞു. പ്രൊഡക്ഷൻ ടീം ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഉണ്ടായിരുന്നു, വേറെ നിങ്ങളുടെ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ഞാൻ കഥ പറയുമ്പോൾ രഞ്ജിത്തിന്റെ ഏരിയ ടോണി എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് ഒന്ന് ഫ്രണ്ടിലേക്ക് വരും.
അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ രഞ്ജിത്ത് ബാക്കിലേക്ക് പോകേണ്ടി വരും. കാര്യം ടോണിയുടെ ഡയലോഗ് ഒന്നും ഞാൻ പറയണില്ല. പുള്ളി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ കൊള്ളാം, ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്ക് ചെയ്താൽ നന്നാവും, പ്രൊഡക്ഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എന്താ രഞ്ജിത്ത് ബ്രോയുടെ അഭിപ്രായം? പടം കൊള്ളാം, സബ്ജക്റ്റ് ഞാൻ ചെയ്യണില്ല. അല്ല എനിക്കിതിലൊന്നും ചെയ്യാനില്ല, ഞാൻ നോക്കിയിട്ട് മൊബൈൽ ഫോൺ മാത്രം നോക്കിയിരിക്കുന്ന ക്യാരക്ടർ മാത്രമല്ല. മൊബൈൽ ഫോൺ അല്ല ബ്രോ, കാര്യം ഞാൻ അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് ജോണിച്ചേറിന് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡയലോഗ്സ് കൂടുതലാണ്. അപ്പൊ രഞ്ജിത്ത് അവിടെ ഉള്ളതുകൊണ്ട് ജോണിച്ചേറിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോണിച്ചേറിന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് രഞ്ജിത്ത് 1-2 ഡയലോഗിൽ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കണ സീനാണ്. അപ്പൊ ഞാൻ അത് മാത്രം. അപ്പൊ ഈ സമയത്ത് ടോണി മൊബൈലിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു. പുള്ളി അതാണ് കൂടുതൽ ഫോക്കസ് ആയത്. പക്ഷേ നെക്സ്റ്റ് ടൈം ഞങ്ങളൊരു ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് നരേഷൻ വെച്ചു. അപ്പോഴാണ് ഈ ചില കറക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലാതെ തന്നെ. അപ്പോൾ ടോണീൻ്റെ ക്യാരക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു തീർന്ന അന്ന്, കഴിഞ്ഞ സമയത്ത് തന്നെ എപ്പോഴാണ് ഷൂട്ട്, നമ്മളിത് ചെയ്യണം, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അന്ന് മുതൽ ഇത് ഈ സമയം വരെ ഞാൻ ആഗ്രഹിച്ച ഒരു നടനിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഡെഡിക്കേഷനും ഒരു സ്നേഹവും ഒരു സപ്പോർട്ടും ഒക്കെ രഞ്ജിത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തിരിച്ചെനിക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ജോൺചേട്ടൻ എങ്ങനെയായിരുന്നു എൻട്രി? എങ്ങനെയായിരുന്നു ഈ മൂവിയിലോട്ടുള്ള എൻട്രി? എങ്ങനെയായിരുന്നു ജോൺചേട്ടൻ എൻട്രി? എങ്ങനെയായിരുന്നു? ഞാൻ ഈ മൂവിയിലോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സബ്ജക്റ്റ് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം വേറെ രീതിയിൽ ഇതൊരു പ്ലാൻ ചെയ്ത സമയത്ത് വേറെ കാസ്റ്റിംഗ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ അലക്സച്ചാറിൻ്റെ പ്രൊഡ്യൂസറും സുധീഷ് എൻ്റെ സുഹൃത്തുണ്ട്, അവരും രണ്ടുപേരായിരുന്നു ആ സിനിമ. അപ്പോൾ അവരെന്നോട് ഒരു ദിവസം ചോദിച്ചു, ഇന്നപോലെ നമുക്ക് ആ സിനിമ ഒന്ന് ചെയ്താൽ അതിനകത്ത് ആ അച്ഛൻ്റെ വേഷം ജോണിക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഫാദർ അപ്പൻ വേഷം. ഞാൻ പറഞ്ഞു, അപ്പോൾ ഹീറോ നമ്മുടെ ഒരു പയ്യനുണ്ട്, അയാൾ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലക്സച്ചായൻ മുഖാന്തരമാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഡയറക്ടറെ പിന്നീട് ഫിക്സ് ചെയ്യുന്നു, ആരെന്നെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് ഞാൻ അപ്പം ഈ ക്യാരക്ടർ അറിയാവുന്നതായിരുന്നു. പക്ഷേ എനിക്ക് ഉത്തരവാദിത്തം കൂടുതലായിരുന്നു. കാരണം ഒരു ലെങ്തി ക്യാരക്ടറാണ്, ഈ പറഞ്ഞ പോലെ അത് നന്നായി ചെയ്യേണ്ട ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ തുടക്കം പിന്നെ ആരും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ആരും തന്നെ നന്നായിട്ട് അറിയാം. എനിക്കൊന്നും വളരെ ഈസി ആയിട്ട് തന്നെ. പക്ഷേ ഞാൻ എൻ്റെ അവരുടെ അവർ തുടങ്ങുന്ന പോലെ തീരുന്നവരെ ഞാൻ അച്ഛനായിട്ട് തന്നെ അതുപോലെ ഇരുന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്, എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എനിക്ക് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഒരു ഓമനത്വം നമുക്കൊരു മാനോട് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു കൊച്ചനുജനോടോ സഹോദരനോടൊക്കെ തോന്നുന്നൊരു ഇഷ്ടം രഞ്ജിത്തിനോട് എനിക്ക് തോന്നും. ആദ്യം ആഴ്ചയിൽ തന്നെ തോന്നിയിട്ടുണ്ട്. രഞ്ജിത്തും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ രഞ്ജിത്തിനെ എന്നെ കൊണ്ട് പറ്റാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലതായിരുന്നു. ആരുടെ അറിയാവുന്ന ഡയറക്ടർ, നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ നന്നായി നോക്കി കണ്ടിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാളുടെ കീഴിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വളരെ ഈസിയായിട്ട് പറ്റി. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ഈ സാരികയായിട്ടൊന്നും അധികം അങ്ങനെ കോമ്പിനേഷൻസ് ഇല്ല. 1-2 സിനിമ ഇടാണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഉള്ളത് മഞ്ജു പിള്ള, മനോജ് കെയു, അങ്ങനെയുള്ള ഇന്ദ്രൻസേട്ടൻ, അങ്ങനെയുള്ളവരൊക്കെയാണ്. അത് നല്ലതായിരുന്നു, നന്നായി ചെയ്തു. 15 ദിവസം തന്നെ പിന്നെ ഷൂട്ടിങ് തീർത്തതിൻ്റെ ഞാൻ ഹാപ്പിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. കൂടുതലും ചേട്ടന്റെ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് അച്ഛൻ, രഞ്ജിപ്പണിക്ക് ചേട്ടൻ, അതുപോലെ ചേട്ടനൊക്കെ ആ ഒരു അച്ഛൻ ക്യാരക്ടർ അത് സെലക്റ്റീവ് ആയിട്ട് അങ്ങനെ എടുക്കുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തേടി വരുന്നതാണോ? ഓരോ കാലത്തും ഓരോ സീസണിലും അച്ഛന്മാരുണ്ടാവും. ഈ നൂറ്റാണ്ടിൽ അച്ഛൻ ഞാനാ, അടുത്ത നൂറ്റാണ്ടിൽ രഞ്ജിത്തൊക്കെ ആയിരിക്കും. അങ്ങനെ മാറി മാറി വരും അച്ഛന്മാരുടെ. എനിക്ക് പിന്നെ ഈ പുതുതായിട്ട് അച്ഛന്മാർ വരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് വാലിലൊക്കെ ഒരുപാട് അച്ഛന്മാർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാഴ സിനിമയിലേക്ക് ചേട്ടനൊരു വേറൊരു അച്ഛന്റെ കണക്ഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന് അച്ഛനാവാൻ ഭയങ്കര താല്പര്യം. പള്ളിയിലച്ഛൻ, അത് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് അച്ഛനായിട്ട് അശിക്കാരി ചെമ്പൂല് ജോസഫിൽ പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ചു. പക്ഷെ ഇതിനകത്ത് പിള്ളേരുടെ അച്ഛനാ. അതെന്തായിരുന്നു ആ സ്റ്റോറി? എന്തായിരുന്നു പള്ളിയിൽ അച്ഛനാൻ താല്പര്യം? എന്തായിരുന്നു? അതല്ല, കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ അച്ഛനായിരുന്നു. നമ്മുടെ ചെറുപ്പകാലത്ത് അച്ഛൻ വരുമ്പോൾ അച്ഛന് കൊടുക്കുന്ന ഒരു ബഹുമാനം, അച്ഛൻ വരുമ്പോഴുള്ള ട്രീറ്റ്മെന്റ്, നല്ല അന്നൊക്കെ ഈ വീട്ടിലെ ആ കോഴിയൊക്കെ വരുന്ന അച്ഛൻ വരുമ്പോഴാണ്. അന്ന് നമ്മുടെ അന്നത്തെ കാലത്ത്, ഞാൻ പറഞ്ഞത് 70s അവസാനത്തെ കാര്യമാണ്, 80 തുടക്കത്തിലെ കാര്യമാണ്. അപ്പൊ നമുക്ക് നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ ഇത്. അങ്ങനെ തോന്നുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത്ര ഈസി ജോബ് അല്ല സന്യസ്തം എന്ന് പറഞ്ഞ സാധനം. അതിന് ഒരുപാട് ഇതുണ്ട്. കാര്യം ബഹുമാനവും ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്തി വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് സിനിമയോടുള്ള പാഷൻ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും. മദ്രാസിലോട്ട് പോയത് ഒരു 30 വർഷമായില്ലേ? 35 വർഷം. 90 പോയതാ.
അന്ന് തൊട്ടേ ഒരു CID മൂസ് തൊട്ട് ദിലീപേട്ടനായിട്ടുള്ള ഒരു കണക്ഷൻ തോന്നുന്നു. 90 ശ്രീനിവാസ അല്ല 2000 ദിലീപായിട്ട് കണക്ഷൻ 91 മുതലുണ്ട്. 91 ഞാനേ മദ്രാസിലെ ചാഞ്ചാട്ട വേദപുരാന സിനിമയ്ക്ക് താമസിക്കുമ്പോൾ ദിലീപ് എനിക്ക് മുമ്പ് സിനിമ വന്നു. ദിലീപ് വിഷ്ണുലോകത്തിന് അസിസ്റ്റന്റ്. അപ്പം വിഷ്ണുലോകം ഞാൻ പിന്നീട് മദ്രാസിൽ ഞാൻ ചാൻസ് വെച്ച് നടക്കുന്ന സമയത്ത് പ്രിവ്യൂ കണ്ട സിനിമ. അത് കഴിഞ്ഞിട്ട് ദിലീപ് കുമാരോജിൽ ദിലീപ്, ലാൽ ജോസ്, അക്ബർ, ജോസേട്ടൻ ഇവരൊക്കെ താമസിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് തുളസാ സാറിന്റെ അസിസ്റ്റന്റായിട്ട് നിസാർക്ക ഞാൻ അങ്ങനെയൊക്കെ താമസിക്കുന്നത്. അങ്ങനെ അതും അവരുള്ളൊരു പരിചയമാണ്. അപ്പോൾ ദിലീപേട്ടനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക ചിലപ്പോൾ ചേട്ടൻ തന്നെ ആയിരിക്കും അല്ലെ? ഇത്രയും വർഷത്തെ ആ ഒരു ജേണിയിൽ പ്രിൻസിൽ ഇപ്പോൾ ദിലീപേട്ടൻ്റെ ആക്ടിങ്ങും ദിലീപേട്ടൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ദിലീപേട്ടന് ഒരു തിരിച്ചറിവ് തന്നെയാണല്ലോ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ദിലീപേട്ടൻ്റെ കൂടെ ഉണ്ടായ കുറച്ച് കാലത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസ്? ദിലീപേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല, അവരൊക്കെ ഇടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ തിരിച്ചു വരോ എന്നുള്ളൊരു പദം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ള ആൾ തന്നെ ദിലീപ്. തിരിച്ചു വരാൻ ഇപ്പം ദിലീപിന് ഒരു സിനിമയുടെ ആവശ്യമൊന്നുമില്ല. സിനിമയിൽ തന്നെ ഉള്ള ആളാണ്. നടനായിട്ടും നിർമ്മാതാവായിട്ടും തിയേറ്റർ ഓണറായിട്ടും ഒക്കെ ദിലീപ് സിനിമയിൽ തന്നെ ഉണ്ട്. പിന്നെ അതിനൊരു ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഒരു ചില ബാറ്റ്സ്മാൻമാർ ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുമ്പോൾ ഒരു സെഞ്ചുറിയോട് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ദിലീപ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. ഏത് നിമിഷവും അദ്ദേഹം സെഞ്ചുറി അടിക്കാം. ചിലപ്പോൾ മനുഷ്യരല്ലേ, ചിലപ്പോൾ 20-30 0-ക്കൊക്കെ ഔട്ടാകുന്നു വരാം. അതിനങ്ങനെ കണ്ടാൽ മതി. ഇപ്പം പ്രതിഭകളെന്നും പ്രതിഭകൾ തന്നെ. അവരിൽ നിന്ന് ഏത് സമയവും അത്ഭുതം ഉണ്ടാകാം. 35 വയസ്സ് കഴിഞ്ഞിട്ടാണ് സച്ചിൻ ഔട്ട് സെഞ്ചുറി അടിച്ചത്. അതുപോലെ സാരംഗി നന്നായിട്ട് ഡാൻസ് കളിക്കും അല്ലേ? ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രഞ്ജിത്തുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിൽ? ഡാൻസ് രഞ്ജിത്തും നല്ല ഡാൻസറാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. ഞങ്ങളുടെ പെയർ സീക്വൻസ് ഒക്കെ ആണെങ്കിലും ഞങ്ങളിപ്പോൾ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ കുറച്ച് മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ടുപേരും അതിൽ കോപ്പപ്പ് ചെയ്തങ്ങ് പോകാൻ. സോ എനിക്കൊന്ന് ഡാൻസ് രണ്ടുപേർക്കും ഒരു കോമൺ ഫാക്ടർ ആയതുകൊണ്ട് അത് ഞങ്ങളുടെ ബോണ്ടിങ്ങിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ കോമ്പിനേഷൻ സീൻസ് ആണെങ്കിലും ഇപ്പം രഞ്ജിത്ത് ഇപ്പം എന്നെക്കാളും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ ഒരിക്കലും 3 പടം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. പക്ഷെ രഞ്ജിത്ത് ഒരിക്കലും അങ്ങനെ ഒരു അത്ര എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ആണെന്നോ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരിക്കലും നിന്നിട്ടില്ല. രഞ്ജിത്ത് ഈ കാണിച്ചിപ്പോ ചെയ്യുന്നതിൽ ആ ഒരു മോഡലാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പെട്ടെന്ന് ഒരുപാട് മീഡിയ ക്യാമറ ഒക്കെ ഞാനിത് ആദ്യമായിട്ടാണ്, ഞാനും ഇത്രയും ക്യാമറ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു കംഫർട്ട് ലെവൽ എപ്പോഴും രഞ്ജിത്ത് തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നല്ല ഈസി ആയിരുന്നു. ഈ ഷൂട്ടിന് വരുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരിയായിട്ട ഒരാളായിരുന്നല്ലോ. ഇപ്പൊ കുറച്ചൊരു ഫിലിമിൽ കയറി ഒരു സ്റ്റാർഡം കിട്ടിയല്ലോ ചെറിയ രീതിയിൽ. അപ്പൊ എങ്ങനെയുണ്ട് ആ രണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് അങ്ങനെ സ്റ്റാർഡം അങ്ങനെയൊന്നും ഫീൽ ചെയ്ത് തുടങ്ങിയില്ല. സത്യം പറഞ്ഞാൽ ഇല്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. അതുപോലെ രഞ്ജിത്തിന്റെ കാര്യത്തില് അനശ്വരരാജനോട് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ജോൺ അബ്രഹാം ആയിരുന്നു. നമ്മളൊക്കെ അത്രയും കാണണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം ഞാൻ അതിലെ രഞ്ജിത്തിന്റെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് ജോൺ അബ്രഹാമിനെ പോലെയാണോ അതോ അർജുൻ റെഡ്ഡി, അതിലൊരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ റെഡ്ഡി അപ്പോൾ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ജോൺ അബ്രഹാമിനെ കാണുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ? വളരെ ഞാൻ കണ്ടു വളർന്ന വ്യക്തികളെ ജോണി അബ്രഹാം, ഋത്തിക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചിലെ ഒരുപാട് ബോളിവുഡ് പടങ്ങൾ കണ്ടു വളർന്നത് ഋത്തിക് റോഷനും ജോണി അബ്രഹാം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ പുള്ളിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മലയാളം പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. കാരണം പുള്ളി ഒരു ഹാഫ് മലയാളിയാണ്. പുള്ളിയെ കറക്റ്റ് സബ്ജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ മൈക്ക് വന്നത്. പുള്ളിനെ ഞാൻ നേരിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പോസ്റ്റർ ലോഞ്ച് ഇവന്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ നമ്മുടെ മാരിറ്റിന് നടന്നത്. അപ്പം പുള്ളി നേരിട്ട് സെറ്റിൽ ഇല്ലായിരുന്നെങ്കിലും എപ്പോഴും അതിന്റെ സ്പോട്ട് എഡിറ്റ്സും റഷസും കണ്ടുകൊണ്ട് അപ്ഡേറ്റഡ് ആയിരുന്നു. പുള്ളി എൻ്റെ ഒരു പേഴ്സണൽ പറഞ്ഞു നല്ല റിസൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയും ഈ സ്ക്രിപ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, ഈ കഥ എങ്ങനെയാണ് പോകുന്നതെന്ന് പുള്ളിക്ക് ഒരു അറിവുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളിനോട് പറഞ്ഞു നല്ല ജോബ് ചെയ്തു, ഗുഡ് ജോബ്. പിന്നെ പുള്ളി നമ്മുടെ ഇൻഡസ്ട്രിനെ ഒരുപാട് ഭയങ്കര അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ബഹുമാനത്തോടെയാണ് കാണുന്നത്. പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ മലയാളം ഇൻഡസ്ട്രി കണ്ട് നമ്മൾ ബോളിവുഡൊക്കെ പഠിക്കണം. കാരണം നമ്മുടെ കോണ്ടന്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രി ആയാലും നമ്മുടെ ക്വാളിറ്റി ലെവൽ ഓഫ് കോണ്ടന്റ് എപ്പോഴും അത് അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. സോ അങ്ങനത്തെ പടങ്ങൾ പുള്ളി കുറച്ചുകൂടി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആന്റണി എന്ന് പറഞ്ഞു. കാരണം അത് പറഞ്ഞ പോലെ അർജുൻ റെഡ്ഡി ഫീൽ ചെയ്തു. അതൊന്നും എനിക്കത് ആ പടം മൊത്തം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പം ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കുറച്ച് സോഷ്യൽ ടോപ്പിക് ആയിരുന്നു. പക്ഷെ എന്നാലും
ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പെർഫോമറായിട്ട് അത് നന്നായി യൂട്ടിലൈസ് ചെയ്ത ഒരു പടമായിരുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് മൊത്തമായിട്ട്. ജോൺ ചേട്ടൻ ഇപ്പം CID മൂസി ആണെങ്കിലും പറക്കുന്ന കളിയാണെങ്കിലും ദിലീപേട്ടൻ്റെ കൂടെയൊക്കെ ഒരു കുറേ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു സമയത്തും വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം തരുന്നൊരു മൂവിയാണ്. അപ്പോൾ അതിൽ ചില ഈ CID മൂസിയുടെ സലീമേട്ടൻ്റെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സലീമേട്ടൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു ഇത്. അപ്പോൾ സലീമേട്ടൻ മേ ബി ആ മൂവിയിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതിനൊരു പ്രയോറിറ്റി ഫൺ എലമെന്റ് സലീമേട്ടൻ തരുന്നുണ്ട്. അപ്പോൾ അത് ഫൺ എലമെന്റിന് മാത്രമായിട്ടാണോ അങ്ങനെ ആ ഒരു ക്യാരക്ടർ കൊണ്ടുവന്ന്? ഒത്തിരി ദുരൂഹത കൊടുക്കാം. പിന്നെ ഈ സലീമായതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഓളം ഉണ്ടാവും. ഒരു ദുരൂഹത ഇയാൾ ആരാ എന്നാ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അന്വേഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉള്ളു. ഇയാൾ തന്നെയാണ് അവനെ അവിടെ വെച്ച് കൊണ്ടിരുന്നു, ഇവിടെ വെച്ച് കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനീഫയുടെ അതിൻ്റെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് സലീം ഏറ്റവും ആപ്റ്റാണ്. പിന്നെ എന്നിൽ നമുക്ക് ഈ പറഞ്ഞ എന്നിൽ ഫ്ലൈറ്റിനെ പോകുന്ന പരിപാടി ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്നാൽ ഫ്ലൈറ്റിന് കാര്യം പറഞ്ഞപ്പോൾ ദിലീപിനോട് പറഞ്ഞാൽ എന്റെ ചിന്തകൾ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ ജോണിന്ന്. അത് ഫ്ലൈറ്റൊക്കെ കൊണ്ടുവന്ന വലിയ കാര്യമാണ്. അത് കൊണ്ടുവന്നു, എടുത്തു. ശരിക്കും ഫ്ലൈറ്റ് തന്നെയായിരുന്നു. പിന്നെ അല്ലാതെ ഫ്ലൈറ്റ് എല്ലാവരും അങ്ങനെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കൊച്ചി കൊണ്ടുവന്ന് എടുക്കുകയായിരുന്നു. നമുക്ക് ഈ വിഷയം ഇപ്പോഴത്തേക്ക് വരാം. ഇപ്പോഴത്തെ ചിലപ്പോൾ പറയാൻ പറ്റുമോ ഞാൻ രഞ്ജിത്തിനെ കുറിച്ച്. രഞ്ജിത്ത് നന്നായിട്ട് ഫൈറ്റ് ഡാൻസ് ചെയ്യുന്നു. ഇതൊന്നും പഠിച്ചതല്ല. ഞാൻ ഫൈറ്റ് ചെയ്യുന്ന നിസ്സാര കാര്യമില്ല. അത് ചിലർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചിലരുടെ നെഞ്ച് കലങ്ങിയിട്ടുണ്ടോ എനിക്ക് ഡൗട്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട് നന്നായി ഇടിച്ചാൽ ഇടിച്ചെന്ന് തോന്നും. ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അതാണ്. നമ്മൾ അടിക്കുമ്പോൾ അടിയായിട്ട് തോന്നണം. അതിൻ്റെ മുഖത്തും നമ്മുടെ ശരീരത്തൊക്കെ ബോഡി ലാംഗ്വേജ് കറക്റ്റായിരിക്കും. പിന്നെ ഡാൻസ് ഈ സാരംഗിയും രഞ്ജിത്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്ന് സ്വിച്ച് ഇവരെ ഉണ്ടാക്കിയെടുത്താണ് കർത്താവ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അല്ല അത്രയും രസമായിട്ട് സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നില്ല, ഇവര് യന്ത്ര മനുഷ്യൻ ചെയ്യുന്ന പോലെ ഗംഭീരമായിട്ടായിരുന്നു. അല്ല അതല്ല, ആ പാട്ട് ഇവര് ഇടയ്ക്ക് പോയി കളിക്കാൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സ്വിച്ച് ഇട്ട പോലെ കളിക്കുന്നത്. അത് ഞാൻ രണ്ടും ചേർന്ന്. അപ്പൊ ഈ രണ്ടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടൈമിങ് വേണ്ട കാര്യങ്ങളാണ് ഈ രണ്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ആക്ടർക്ക് ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരാൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇരുത്തിക്കൊണ്ട് പോഴത്തതല്ല, നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ പിന്നെ പറയുന്നത് ഭാവിയിൽ നമുക്ക് പറയാമല്ലോ, രഞ്ജിത്തിന് പറയുമ്പോൾ നമ്മൾ അഭിനയിച്ച നടനാണെന്ന് പറയിപ്പിക്കേണ്ട അവസ്ഥ രഞ്ജിത്തിന് ഉണ്ടാവട്ടെ. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വളരെ നല്ലൊരു പയ്യനാണ്. സാരംഗി കേട്ടോ, നല്ല കുട്ടിയാ. പറഞ്ഞില്ല ചേട്ടനെ കുറിച്ച് അറിഞ്ഞില്ല. അതിനെ കുറിച്ചോ? അതിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. അത് വളരെ വളരെ നല്ലതാ, ரொம்ப നല്ലത്. ഈ അധികം രഞ്ജിത്തേട്ടന്റെ പല മൂവീസിലും ആണെങ്കിലും തിയേറ്ററിൽ അത്രയും ശ്രദ്ധ ഇടുന്നില്ല അല്ലെ? കൂടുതൽ ഗൾഫാണെങ്കിലും OTT റിലീസ് അത് ഐ മീൻ അതെനിക്ക് തോന്നുന്നു ഗോളം അത്യാവശ്യം എനിക്ക് തോന്നുന്നു കൽബ് മയക്കും OTT വന്നപ്പോഴാണ്. UK ഒക്കെ അങ്ങനെ തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണുന്ന അപ്രീസിയേഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എൻഡ് ഓഫ് ദി ഡേ ഒരു പടം അതിന്റെ അപ്രീസിയേഷൻ അത് എൻഡ് ഓഫ് ദി ഡേ അത് OTT-ലായാലും തിയേറ്ററിലായാലും അവസാനം ആൾക്കാരെ സ്വീകരിച്ചോ, അത് ഏറ്റവും ഇപ്പോഴും ആൾക്കാരെങ്ങനെ കൽബ് കണ്ടിട്ട് ഒരിക്കലും പറയത്തില്ല തിയേറ്ററിൽ നന്നായി ഓടിയില്ല, പക്ഷെ OTT അവർ നല്ല പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയത്തുള്ളൂ. സോ അത് എൻ്റെ ഓൾറെഡി ആ പടം ഒരു അടയാളം ഉണ്ടാക്കി ഞാൻ വിശ്വസിക്കുന്നത്. അത് തിയേറ്ററിലായാലും OTT ആയാലും ഒരു സ്പേസ് കിട്ടി. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ ഓബിയസ്ലി ഇനി അടുത്ത പടം തിയേറ്ററിൽ തന്നെ വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഈ ഒരു മൂവിയിൽ അൽഫോൺസ് പുത്രൻ, ശബരീഷ് ചേട്ടൻ അവരൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടത് എന്തായിരുന്നു? ശബരീഷ് സോങ് ലിറിക്സ് ആണ് ഇത്. അൽഫോൺസ് ചേട്ടൻ ഒരു ക്യാമിയോ റോളിയാണ്. പുള്ളിയുടെ സിനിമയിൽ മാത്രം അഭിനയിച്ചാൽ പുള്ളി ആ സീക്വൻസുകൾ കണ്ടിട്ടുണ്ടല്ലോ പ്രേമത്തിലെ. അല്ലാതെ പുറത്ത് അങ്ങനെ അഭിനയിക്കണ ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അത്. ആ ക്യാരക്ടർ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൊന്നും അല്ലത്. നമുക്ക് കണ്ടു മറക്കണ അല്ലെങ്കിൽ അതുപോലത്തെ കുറേ സിനിമയിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ പുത്രന് അത് പെർഫോം ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫ്രഷ്നെസ് ഉണ്ടാവും തോന്നി. കുറേ ട്രൈ ചെയ്ത് അങ്ങനെ അത് ഫൈനൽ ചെയ്ത് കിട്ടി. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സപ്പോർട്ടുണ്ട് അതിന്. അതിൽ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പുള്ളി ഇപ്പം ഞാൻ പടത്തിൻ്റെ എഡിറ്റ് സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുമ്പോൾ ഏതെങ്കിലും കറക്ഷനും അങ്ങനെയൊക്കെ ഭയങ്കര ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവി തിയേറ്ററിൽ നല്ല ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. May 23rd ആണ് റിലീസ്. ദീപ്തി വിളിക്കണം, ഉറപ്പായിട്ടും നമ്പർ വിളിച്ചു.
ഓക്കെ, അപ്പൊ ഇത് നല്ല സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. ഓ, ഞങ്ങള് മാർക്കറ്റിംഗ് ചെയ്യാൻ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ശരി, താങ്ക് യു. താങ്ക് യു.